ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞങ്ങളുടെ ഗാർഡനിലെ ഒരു ബീൻസ് പ്ലാന്റ് ആണ്. ഇത് റെഗുലർ ബീൻസിനെക്കാട്ടിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു ബീൻസ് ആണ്. ഇത് സെപ്റ്റംബറിൽ പൂവിട്ട് സെപ്റ്റംബറിൽ തന്നെ തേർഡ് വീക്കോടുകൂടി അത് ബീൻസ് ഉണ്ടാകും. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. ഈ വർഷം വെതർ ഇച്ചിരി വ്യത്യസ്തമാണ്. സെപ്റ്റംബറിൽ നല്ല ചൂടുള്ളത് കൊണ്ട് ചെടികൾക്കൊക്കെയും വളരെ സന്തോഷമുണ്ട്. ചെടികളൊക്കെയും പല ചെടികളും ഇപ്പോഴും കായ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ആ ബീൻസ് ഇതാണ്. ഇതിപ്പോൾ നല്ലതുപോലെ കായ്ക്കുന്നുണ്ട്. ഇത് കുലകുലയായിട്ടാണ് ഇത് കായ്ക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനുണ്ടാകുന്നത്. സെപ്റ്റംബർ തേർഡ് വീക്ക് ആയപ്പോഴും വെതർ നല്ലതായതുകൊണ്ട് ചെടികളൊക്കെയും ഇപ്പോഴും പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചെടികൾക്കൊക്കെ സന്തോഷമാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. പയറൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ കായ്ച്ചു കഴിയുന്ന സമയമാണ്. എന്നാൽ ഈ വർഷം നല്ല വെതർ ആയത് നിമിത്തം ചെടികളൊക്കെയും വളരെ സന്തോഷിക്കുന്നു. ഇപ്പോഴും നമുക്ക് കായ്കളൊക്കെ തരുന്നു, ഹാർവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട്. കുറേ ഇലകളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ തണ്ടും കായുമായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് കുലകളൊക്കെ വെട്ടിയെടുക്കുകയാണ്. ഒരു കുലയോടെ ഞാൻ വെട്ടിയെടുക്കുകയാണ്. ഇത്രയും ബീൻസ് ഞാൻ ഇപ്പോൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയുണ്ട്, അതുകൂടെ വെട്ടാൻ പോവുകയാണ്. ഇലയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് വളരുന്നത് കൊണ്ട് കാണാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് ഇലയൊക്കെ വെട്ടി മാറ്റുന്നത്. 2-3 ബീൻസ് ചെടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്ക് ആവശ്യമായ ബീൻസ് അതിൽ നിന്ന് പറിക്കാവുന്നതാണ്. അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ വളർത്താവുന്ന ഒരു ബീൻസ് പ്ലാന്റ് ആണ് ഇത്. സാധാരണ ബീൻസ് കൊണ്ടുണ്ടാക്കുന്ന ഡിഷുകൾ പോലെ തന്നെ ഇതുകൊണ്ടും ഉണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റുള്ള ഒരു ബീൻസ് ആണിത്. മറ്റ് ചെടികളോടൊപ്പം തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഇതും വളർന്നു വരുന്നുണ്ട്. ഇത്രയും ബീൻസ് ആണ് ഇപ്പം പറിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് ഇനി ഉണ്ടാകുന്നുണ്ട്. അത് ഒന്നുകൂടെ വളർന്നിട്ട് അത് പറിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ബീൻസ് ഒരു ഫ്ലാറ്റ് ബീൻസ് ആണ്. അങ്ങനെ ഇതിന് പറയാറുണ്ട്. സ്മോൾ ബീൻസ്, ഫ്ലാറ്റ് ബീൻസ് അങ്ങനെയൊക്കെ പറയും. ഇനിയുള്ളത് വേറെ ഒരു ദിവസം പറിക്കാമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.